ഇന്നൊരു അടിപൊളി നെല്ലിക്ക ക്യാൻഡി തയ്യാറാക്കുന്ന വിധമാണ്. നല്ല വെയിലുള്ള സമയത്തും നെല്ലിക്കയ്ക്കൊക്കെ വില കുറയുന്ന സമയത്തും കുറേയേറെയായിട്ട് വാങ്ങിച്ചിട്ട് കുറേ നാളത്തേന് സൂക്ഷിക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണ്. ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പച്ചമ്പിനകത്ത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം മതി, ഓവറായിട്ട് ഇത് വേവിച്ചെടുക്കരുത്. ഇത് വലിയ നെല്ലിക്കയാണ്. ചെറിയ നെല്ലിക്കയാണെങ്കിൽ ഒരു 4 മിനിറ്റ് മതിയാകും. സമയത്തിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഇതിൻ്റെ പാകം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെല്ലിക്കയുടെ ആ വര പോലെ കാണുന്നില്ലേ, അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി വരുന്നതായിട്ട് കാണാം. ഒരുപാട് വെന്തങ്ങ് ഓപ്പൺ ആകരുത്. ചെറുതായിട്ടൊന്ന് ക്രാക്ക് വരുമ്പോഴത്തന്നെ ഓഫ് ചെയ്യുക. അത് തണുക്കുന്ന സമയം കൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വെന്ത് ആ പാകത്തിനായിക്കോളും. തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അല്ലികളാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കരപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ ശർക്കരപ്പൊടി. ഇപ്പോൾ കിട്ടുന്ന ശർക്കരപ്പൊടിയിലെ കല്ലും കട്ടയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുള്ളത് കിട്ടുമല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടയാണെങ്കിൽ അതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പുറകെ പറഞ്ഞു തരാം. അല്പം വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിത് ലെയറായിട്ട് ഇനി അടുക്കാൻ പോവാണ്. കുറച്ച് നെല്ലിക്ക അടിയിലിട്ടൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ശർക്കരപ്പൊടി വരുന്ന രീതിയിലൊന്ന് നിരത്തിയെടുക്കുക. അങ്ങനെ ഒന്നട വിട്ട് നിരത്തി അവസാനം മുകളിൽ ശർക്കരപ്പൊടി വരുന്ന രീതിയിലൊന്ന് നിരത്തി വെക്കുക. നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കണേ. നെല്ലിക്ക ഇതുപോലെ അല്ലികളാക്കാതെ തന്നെ ഒന്നോടുകൂടി തന്നെയായാലും ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അവസാനം കാണാൻ നല്ല ഭംഗിയായിരിക്കും. നെല്ലിക്ക ഫുള്ളായിട്ട് തന്നെയാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിലും അതേ അളവിൽ തന്നെ അതേ സമയത്തിന് തന്നെ വേവിച്ചെടുക്കണേ. ഇതെല്ലാം അടുക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ശർക്കര വരുന്ന രീതിയിൽ അടുക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വൈകുന്നേരമാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇതിനെയൊന്ന് ഞാൻ മൂടി വയ്ക്കുകയാണ്. രാത്രി ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങ് മൂടി വയ്ക്കുക. ഇനി പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുന്നത്. ശർക്കരയെല്ലാം അലിഞ്ഞ് ആ നെല്ലിക്കയുടെ ലെവലിൽ വന്നിട്ടുണ്ട്. 1 കിലോയ്ക്ക് 1 കിലോ ശർക്കരപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് ലെവലായിട്ട് ശർക്കര വെള്ളം വന്ന് നിൽക്കും. ശർക്കര ഉണ്ടയാണ് എടുക്കുന്നെങ്കിൽ നല്ലവണ്ണം ചീകി നെല്ലിക്കയുടെ മുകളിൽ ഇതുപോലെ വെള്ളം വരുന്ന രീതിയിൽ തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് തണുത്തതിന് ശേഷം ഒഴിച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇതുപോലെ പാത്രത്തിലോട്ട് ഒഴിച്ചു മാറ്റുക. അടിയിലുള്ള ആ ശർക്കര വെള്ളം വേറൊരു പാത്രത്തിൽ ശേഖരിച്ച് തന്നെ വയ്ക്കുക. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ വെള്ളം തോർന്ന് കിട്ടും. ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിൽ നിരത്തിയിടുക. കുറേശ്ശെയായിട്ട് നിരത്തിയിടുക. ഞാൻ 2 പ്ലേറ്റിലായിട്ടാണ് നിരത്തിയിടുന്നത്. അടിയിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കണമെന്നൊന്നും നിർബന്ധമില്ല, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ആ ശർക്കര വെള്ളം അതുപോലെ ഞാൻ മൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇനി നല്ല വെയിലുള്ളിടത്ത് വെക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഞാനിവിടെ ഒരു തുണിയുടെ നെറ്റുണ്ട്, അത് വെച്ച് മൂടിയാണ് വെയിലത്ത് വെക്കുന്നത്. ഇത് ആദ്യത്തെ ദിവസം ഇത് ഇത്രയും ചുരുങ്ങിയിട്ടുണ്ട്. ഇതിന് കമർപ്പായിരിക്കും, ഒരുപാട് മധുരമൊന്നും കാണത്തില്ല. ഇത്രയാണ് ഇത് ചുരുങ്ങിയിട്ടുള്ളത്. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കത്തുമില്ല. വൈകുന്നേരം ആ ശർക്കര വെള്ളം ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനകത്തോട്ട് ഈ 2 പ്ലേറ്റ് നെല്ലിക്ക ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അന്നത്തെ നൈറ്റും മൂടി വയ്ക്കുകയാണ്. വീണ്ടും പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട്. രാവിലെ എടുത്ത് അതേപോലെ തന്നെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. വെള്ളം തോർന്നതിന് ശേഷം വീണ്ടും പ്ലേറ്റിൽ നിരത്തുക. ആ ശർക്കര വെള്ളം ഞാൻ അതുപോലെ മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ 7ാമത്തെ ദിവസമാണ്. ആ നെല്ലിക്കയുടെ കളർ മാറി ചുരുങ്ങിയിട്ടുണ്ട്, നല്ല മധുരമായിട്ടുണ്ട്. അങ്ങനെ 7ാമത്തെ ദിവസം വൈകുന്നേരമാണിത്.
2 പാത്രത്തിലുള്ള നെല്ലിക്ക ഒരു പാത്രത്തിലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ദാ ഈ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതിങ്ങനെ കുറേശ്ശെയായിട്ട് നെല്ലിക്കയിൽ പിടിച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. 7ാമത്തെ ദിവസം ഞാൻ വൈകുന്നേരം ഇതേ ശർക്കരപ്പാനിയെ തന്നെ വീണ്ടും ഇടുകയാണ്. ഈ ഒരു 7ാമത്തെ നൈറ്റ് കൂടി മാത്രമേ ഇതിനകത്ത് ഞാൻ ഇളക്കി വെക്കുന്നുള്ളൂ. ആ ശർക്കരപ്പാനിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും മൂടി വെക്കുകയാണ്. ഇത് 8ാമത്തെ ദിവസം ഇതുപോലെ വലപാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ശർക്കര വെള്ളത്തിലിടുന്നില്ല. ഇനി ഒരു 2 ദിവസം കൂടെ ഉണ്ട്. മൊത്തം ഒരു 10 ദിവസത്തെ പരിപാടിയാണിത്. ഇനി ഇതിലൊരു 2 സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്, ഓപ്ഷനിലാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഒറ്റ പ്ലേറ്റ് നിരത്തേണ്ട രീതിയിൽ ചുരുങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിനകത്ത് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്. നിരത്തിയിട്ട് ഇനി ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മധുരം കഴിക്കുന്ന കൂട്ടത്തിൽ ചെറുതായിട്ട് ഒരു എരിവ് വേണോ എന്നുള്ളവർക്ക് ചേർക്കുക. നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടി സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്യല്ലേ, കൈ വെച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആകും. ഇനി ചേർക്കേണ്ടത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, ഇത് നല്ലൊരു ഫ്ലേവറാണ്. അത് ഇതുപോലെ കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ. ഇനി ഇത് ഉണക്കിയെടുക്കാം. 2 ദിവസം ഉണക്കാനായിട്ട് വയ്ക്കാം. അതിൻ്റെ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊടി പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് പഞ്ചസാര നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. ഞാനിതിൽ തീരെ പഞ്ചസാര ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്ത് കാണിക്കാത്തത്. അവസാനത്തെ 2 ദിവസം ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് എന്തായാലും നമ്മളൊരു 5-6 നെല്ലിക്ക വരുന്ന രീതിയിൽ തിന്ന് തീർത്തിരിക്കും. അതുപോലെ നല്ല മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2 നെല്ലിക്ക വരുന്ന രീതിയിലൊക്കെ കഴിക്കാവൂ. ഒരുപാട് ഒരു ദിവസം ഇരുന്ന് കഴിക്കരുത്. നെല്ലിക്ക ഇപ്പോൾ അടർത്താതെ ഒന്നുകൂടെയാ ചെയ്തിരുന്നെങ്കിൽ ഈ സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഉരുണ്ടയായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തൊട്ടിട്ട് പോണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.